Solid state part 2. Classification of crystalline solids. Crystalline solids are also known as true solids. ഇവിടെ crystalline solids ന്റെ classification എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒന്ന്, nature of constituent particles or type of constituent particles. Solidly present ആയിട്ടുള്ള constituent particlesനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. Second one, type or nature of interparticle bond or force. അപ്പോൾ crystalline solidsനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. First one, ionic solid. Second one, covalent solids, molecular solids, and fourth one, metallic solids. IMCM യൂഷ്വലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഡാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വയ്ക്കാൻ. IMCM. I stands for ionic solid, M stands for molecular solid, C stands for covalent solid, M stands for metallic solid. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് നോക്കാം. ഇങ്ങനെ കുറേ കോളംസ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. ടൈപ്സ് ഓഫ് സോളിഡ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, ഫോഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, ദെൻ ഫിസിക്കൽ നേച്ചർ, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് കണ്ടക്ടിവിറ്റി. ദെൻ എക്സാമ്പിളും കൂടി ഉണ്ട്. എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ അയോണിക് സോളിഡ് നമുക്ക് നോക്കാം. അയോണിക് സോളിഡ് പേരിൽ തന്നെ ഉണ്ട്. അയോണിക് സോളിഡ് എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് അയോൺസ് ഉണ്ട്? പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും. അപ്പോൾ ഇവിടെ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് ബോണ്ടാണ്. അയോൺസിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അയോണിക് ബോണ്ട്. ഇനി ഫിസിക്കൽ നേച്ചർ. ഇവിടെ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ അയോൺസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ അയോൺസിനൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഇത് നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. സോ ഫിസിക്കലി ഇതെങ്ങനെയായിരിക്കും? ഇത് ഹാർഡാണ്. ഹാർഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെയുള്ള സോളിഡ്സ് പെട്ടെന്ന് പൊട്ടിപ്പോവും. സോ ഫിസിക്കൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഇതിനിടയ്ക്ക് എന്താണ്, സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ സോളിഡിനെ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ഹീറ്റ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ അയോണിക് സോളിഡ്സിൻ്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇവിടെ അയോൺസ് എന്താണ്, ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അയോൺസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡിന് നേരെ അത് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അയോണിക് സോളിഡ്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അയോണിക് സോളിഡ്സ് ആർ ഇൻസുലേറ്റേഴ്സ്. സോളിഡ് സ്റ്റേറ്റിൽ അയോണിക് സോളിഡ്സ് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഈ അയോണിക് സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, സോളിഡ് സ്റ്റേറ്റിലുള്ള ഈ അയോണിക് സോളിഡ്സ് എന്തായിട്ട് മാറും? മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഈ മോൾട്ടൺ സ്റ്റേറ്റിലിരിക്കുമ്പോൾ പാർട്ടിക്കിൾസ്, അതായത് അയോൺസിന് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഈ ടൈപ്പ് അയോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. NaCl, KCl, KBr, etc. are examples for ionic solids. Next is covalent or network solids. Covalent solids are also known as network solids. പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? കോവാലന്റ് ബോണ്ട് ആയിരിക്കും പ്രസന്റ് ആയിരിക്കാം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്താണ്? ആറ്റംസ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ്. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് കോവാലന്റ് ബോണ്ടാണ് പ്രസന്റ് ആയിരിക്കുന്നത്. സ്ട്രോങ് കോവാലന്റ് ബോണ്ട്. സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആയതുകൊണ്ട് ഇവിടെയും എന്താണ്, ആറ്റംസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അപ്പോൾ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് ആറ്റംസിന് മൂവ്മെൻ്റ് ഇല്ല. ആറ്റംസിന് മൂവ്മെൻ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഒരു റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോവാലന്റ് സോളിഡ്സും എന്താണ്, ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് എന്താണ്, സ്ട്രോങ് കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ ഇതിനെ മെൽറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് കോവാലന്റ് സോളിഡ്സ് മെൽറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കണം. സോ കോവാലന്റ് സോളിഡ്സിൻ്റെ കേസിലും
മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ദെൻ കണ്ടക്ടിവിറ്റി ഓഫ് കോവാലന്റ് സോളിഡ്സ് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്. സോ കണ്ടക്ടിവിറ്റി ഇല്ല. ദെൻ എക്സാമ്പിൾസ് ഫോർ കോവാലന്റ് സോളിഡ്സ്: ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ്. ആൻഡ് വൺ മോർ എക്സാമ്പിൾ. ഈ വൺ മോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സെപ്ഷൻ ആണ്, ഗ്രാഫൈറ്റ്. യൂഷ്വലി കോവാലന്റ് സോളിഡ്സ് എന്താണ്? കോവാലന്റ് സോളിഡ്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പക്ഷേ അതിൽ നിന്നൊരു എക്സെപ്ഷൻ ആണ് ഗ്രാഫൈറ്റ്. ഇവിടെ ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം, ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റംസ് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാർബൺ ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവാലൻ്റ്ലി ബോണ്ടഡ് ആണ്. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 ഇലക്ട്രോൺസ് എന്താണ്? ബോണ്ട് ഫോർമേഷന് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ 3 ഇലക്ട്രോൺസ് മാത്രമാണ് നൈബറിംഗ് കാർബൺ ആറ്റംസ് ആയിട്ട് ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ 1 ഇലക്ട്രോൺ ഫ്രീ ആണ്. ഈ ഫ്രീ ഇലക്ട്രോൺ ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ ഇടയ്ക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാർബൺ ആറ്റംസിനും ഓരോ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈ ഗ്രാഫൈറ്റിൻ്റെ കേസിൽ ഉള്ളത് കൊണ്ട്, അപ്പോൾ ഗ്രാഫൈറ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സോ ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, എക്സെപ്ഷൻ ആണ്. ബാക്കി ഒരു കോവാലന്റ് സോളിഡ്സും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷെ ഗ്രാഫൈറ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തതുകൊണ്ട് ഓരോ ലെയറിനും എന്താണ്? സ്ലിപ്പ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും. 1 ലെയർ സ്ലൈഡ് ഓവർ ദി അനദർ. അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ വെരി സോഫ്റ്റ് ആയിരിക്കും. ഈ ഗ്രാഫൈറ്റിനെ നമ്മൾ ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോവാലന്റ് സോളിഡ്സിന്റെ കേസിൽ എന്താണ്? ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് കോവാലന്റ്ലി ബോണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ കോവാലന്റ് സോളിഡ്സ് എന്താണ്? ജൈന്റ് മോളിക്യൂൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ സോളിഡിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓർ നേച്ചർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ്, മോളിക്കുലാർ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types. First one, non-polar molecular solid. Second one, polar molecular solid. And third one, hydrogen bonded molecular solid. So first one, non-polar molecular solids. ഈ non-polar molecular solids എന്താണ്? കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഒന്നില്ലെങ്കിൽ ഹീലിയം, ആർഗൺ, നിയോൺ ഇതുപോലുള്ള നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ആറ്റംസ് വരാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പോളാർ മോളിക്യൂൾസ് ആയിട്ടുള്ള ഹൈഡ്രജൻ, ക്ലോറിൻ, അയോഡിൻ ഇതുപോലുള്ള നോൺ പോളാർ മോളിക്യൂൾസും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരാം. സോ നോബിൾ ഗ്യാസ് ഓർ നോൺ പോളാർ മോളിക്യൂൾസ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. ഈ ലണ്ടൻ ഫോഴ്സും ഡിസ്പേർഷൻ ഫോഴ്സും +1 പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താണ്? ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ഈ ഫോഴ്സ് വീക്ക് ആയതുകൊണ്ട് ഇവിടെ എന്താണ്? പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ നേച്ചർ സോഫ്റ്റ് ആയിരിക്കും. ഈ പാർട്ടിക്കിൾ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യും. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആയിരിക്കും. ഓക്കെ, സോ ഫിസിക്കൽ നേച്ചർ സോഫ്റ്റ്, മെൽറ്റിംഗ് പോയിന്റ് ലോ. ഇത് ചിലപ്പോൾ എന്താണ്? റൂം ടെമ്പറേച്ചറിൽ തന്നെ മിക്കവാറും ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അത്രയും ടെമ്പറേച്ചർ കുറവ് മതി ഈ സോളിഡ്സ് കൺവേർട്ട് ചെയ്ത് ലിക്വിഡോ ഗ്യാസോ ആവാൻ. സോ ദീസ് ടൈപ്പ് ഓഫ് സോളിഡ്സ് എക്സിസ്റ്റ് ആസ് ലിക്വിഡ് ഓർ ഗ്യാസ് അണ്ടർ റൂം ടെമ്പറേച്ചർ. ഇനി കണ്ടക്ടിവിറ്റി നോക്കാം. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, സോ ദീസ് ആർ ഇൻസുലേറ്റേഴ്സ്. സെക്കൻഡ് കേസ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ കേസിൽ എന്താണ്? പോളാർ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. ദെൻ ഇതിനിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. ഈ ഡൈപോൾ ഇൻട്രാക്ഷൻ ലണ്ടൻ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആണ്. പക്ഷെ നോർമലി നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതും വീക്ക് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ ഫിസിക്കൽ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആണ്. നോൺ പോളാർ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ ആണ്. പോളാർ മോളിക്കുലാർ സോളിഡ്സിന്റെ കേസിൽ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് നോൺ പോളാറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷേ യൂഷ്വലി ബാക്കി എല്ലാ സോളിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. സോ ദീസ് ആർ സോഫ്റ്റ് ആൻഡ് പൊസസ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ദെൻ കണ്ടക്ടിവിറ്റി നോക്കുമ്പോൾ കണ്ടക്ടിവിറ്റി എന്താ? ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദീസ് ആർ ഇൻസുലേറ്റേഴ്സ്.
ഈ പോളാർ മോളിക്കുലാർ സോളിഡ്സും റൂം ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ലിക്വിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ പോളാർ സോളിഡ്സിന്റെ കേസിൽ ഇവിടെ ഡൈപോൾ ഫോഴ്സ് ആണ്. ഈ ഡൈപോൾ ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്താണ്? പോളാർ കോവാലന്റ് ബോണ്ട്സ് ആണ്. Then next is hydrogen bonded molecular solids. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആറ്റംസ് പ്രസന്റ് ആയിരിക്കണം? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണ്? മോളിക്യൂൾസ് കണ്ടെയ്ൻ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഓർ ഫ്ലൂറിൻ. അതായത് മോളിക്യൂൾസ് ലൈക്ക് H2O, HF, etc. Then ഇവിടുത്തെ ബോണ്ട് എന്താണ്? പേരിൽ തന്നെ ഉണ്ട്. എന്ത് ബോണ്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? കമ്പാരിറ്റീവ്ലി വീക്ക് ബോണ്ടാണ്. സോ ഈ ടൈപ്പ് സോളിഡ്സും സോഫ്റ്റ് ആണ്, മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, റൂം ടെമ്പറേച്ചർ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടാണ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന്റെ കേസിലും എന്താണ്? കണ്ടക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് ദീസ് ആർ ഇൻസുലേറ്റേഴ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് റൂം ടെമ്പറേച്ചറിൽ എന്താണ്? സോഫ്റ്റ് ആൻഡ് വോളറ്റൈൽ ആണ്. ഫോർത്ത് വൺ, മെറ്റാലിക് സോളിഡ്സ്. ഓക്കെ, മെറ്റാലിക് സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസും ഇലക്ട്രോൺസും ആയിരിക്കും. മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോസിറ്റീവ് അയോൺസ് ആണ്. ഈ പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസുമാണ് മെറ്റാലിക് സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇവിടെ ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ മെറ്റൽസ് പ്രസന്റ് ആയിരിക്കും. ഈ മെറ്റൽസ് എന്ന് പറയുന്നത് ഈ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഇടയ്ക്കാണ് മെറ്റൽസ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. അതായത് ഒരു സീ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പൂൾ ഓഫ് ഇലക്ട്രോൺ എന്നൊക്കെ പറയില്ലേ, ഈ കുറേ ഇലക്ട്രോൺസിൻ്റെ ഇടയ്ക്കാണ് ഈ പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ മെറ്റൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഹിയർ എന്താണ്? പോസിറ്റീവ് അയോൺസ് ഓർ മെറ്റൽസ് ആർ സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അവിടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് ബോണ്ടാണ്. സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഫിസിക്കൽ നേച്ചർ എന്താണ്? മെറ്റാലിക് സോളിഡ്സ് ആർ ഹാർഡ്. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താലേ ഇത് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് പോകും. സോ മെൽറ്റിംഗ് പോയിന്റ് ഹൈ. ദെൻ കണ്ടക്ടിവിറ്റി. ഇവിടെ എന്താണ്? ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്. ഈ ഇലക്ട്രോൺസ് ഒക്കെ ഫ്രീ മൂവിങ് ഇലക്ട്രോൺസ് ആണ്. സോ മെറ്റാലിക് സോളിഡ്സ് എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ അയോണിക് സോളിഡ് പറഞ്ഞു, കോവാലന്റ് സോളിഡ് പറഞ്ഞു, മോളിക്കുലാർ സോളിഡ് പറഞ്ഞു, നാലാമത്തെ എന്താണ്? മെറ്റാലിക് സോളിഡ്സ്. ഈ 4 എണ്ണത്തിലും വെച്ച് ഒരേ ഒരു കണ്ടക്ടറേ ഉള്ളൂ. അതേതാണ്? മെറ്റാലിക് സോളിഡ്സ് ആണ്. പിന്നെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്, ഗ്രാഫൈറ്റ്. കോവാലന്റ് സോളിഡ്സിന്റെ കേസിൽ ഗ്രാഫൈറ്റ് മാത്രം കണ്ടക്ടറാണ്. ഈ മെറ്റാലിക് സോളിഡ്സിന് 2-3 പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. മെറ്റാലിക് സോളിഡ്സ് ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. നമുക്കറിയാം മാലിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇടിച്ചിടിച്ച് ഷീറ്റ് ഫോമിൽ ആക്കാൻ പറ്റും. ഓക്കെ, ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വലിച്ചു നീട്ടി വയർ ഫോമിൽ ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു തിളക്കം വരും. ഓക്കെ, അതിനാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ മാലിയബിൾ, ഡക്റ്റൈൽ ആൻഡ് ഷോസ് മെറ്റാലിക് ലസ്റ്റർ. So crystalline solids are classified into 4 types. First one is ionic solid, covalent solid, molecular solid and metallic solids. Molecular solids again divided into 3: nonpolar molecular solids, polar molecular solids and hydrogen bonded molecular solids.